ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അളവുകളൊക്കെ ഒരു ഡ്രസ്സ് വെച്ച് അളവുകൾ എടുക്കുന്നത് എങ്ങനെയെന്നാണ് കാണിച്ചത്. അതെല്ലാവരോടും ഹോംവർക്കായിട്ട് അവരവരുടെ ഡ്രസ്സ് വെച്ച് ഗ്രാഫ് ബുക്കിൽ അവരെ അളവ് എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാവരും ചെയ്തിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എനിക്ക് പറയാൻ വിട്ടുപോയ ഒരു കാര്യം കഴിഞ്ഞതിൽ, ഇപ്പോൾ എപ്പോഴും നമുക്ക് ഡ്രസ്സ് കയ്യിൽ കിട്ടണമെന്നില്ല അളവെടുക്കാൻ. ചില സമയത്ത് നമുക്ക് ആളെ വെച്ച് അളവെടുക്കേണ്ടി വരും. അപ്പോൾ ആളെ വെച്ച് അളവെടുക്കുന്നത് എങ്ങനെയെന്നുള്ളത് ഒരു 2-3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. കാരണം ഇപ്പം തന്നെ പറഞ്ഞാൽ അതിൽ രണ്ടിലും തമ്മിൽ ചെറിയ, അതായത് ഇപ്പം ഡിവൈഡ് ചെയ്യേണ്ടതും ആഡ് ചെയ്യേണ്ടതും ഒക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 2-3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അത് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഗ്രാഫ് എങ്ങനെ വരയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ ചിലർക്കെങ്കിലും വിചാരിക്കും, എന്തിനാ ഇപ്പോൾ ഒരു ഗ്രാഫ്, നേരെ തുണിയിലേക്ക് തുണിയിൽ തന്നെ കട്ട് ചെയ്ത് കാണിച്ചാൽ പോരെ എന്നുള്ളത്. ശരിയാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ അറിയുന്നവർക്ക് അങ്ങനെ മതി. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് സ്കിപ്പ് ചെയ്തിട്ട് തുണിയിലേക്ക് തന്നെ നേരെ കട്ട് ചെയ്താൽ മതി. പക്ഷേ പുതിയ ആൾക്കാർക്ക്, അതായത് തുടക്കക്കാർക്ക്, ടൈലറിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആൾക്കാർക്ക് ഈ ഗ്രാഫ് വരച്ചതിന് ശേഷം തുണിയിൽ കട്ട് ചെയ്യുന്നത് വളരെ ഉപകാരമാണ്. അതായത് ഇപ്പോൾ ഒരു 2-3 എണ്ണം അവർ തുണിയിൽ കട്ട് ചെയ്ത ആ ഒരു എക്സ്പീരിയൻസ് ഈ ഗ്രാഫ് വരക്കുന്നതിലൂടെ അവർക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ പുതിയ ആൾക്കാർ എന്തായാലും ഗ്രാഫ് വരച്ചതിന് ശേഷം തന്നെ തുണി കട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ അളവെടുത്ത അളവല്ല ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. കാരണം അത് വലിയ ഒരു ടോപ്പിൻ്റെ അളവാകുമ്പോൾ ഈ ചെറിയ ബോർഡിൽ അത് വരച്ച് കാണിക്കാൻ ബുദ്ധിമുട്ടാണ്. അത് ഞാൻ ഗ്രാഫ് ബുക്കിൽ വരച്ചിട്ട് നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ആ ഒരു ഗ്രാഫ് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ വരച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു അളവാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഈ ഓരോ സ്ക്വയറും ഓരോ ഇഞ്ചായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അപ്പോൾ ഇതാണ് തുണി മടക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇങ്ങനെ രണ്ടായി മടക്കുമ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആണ്, ഇവിടെ ഓപ്പൺ ആണ്. അതാണ് ഇവിടെ പറഞ്ഞത്, ഇവിടെ ക്ലോസ്ഡും ഇവിടെ ഓപ്പണും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ഗ്രാഫ് വരക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇത് ആദ്യം തന്നെ വരച്ച് വെച്ചാൽ എന്താ പറഞ്ഞാൽ, ഓരോന്നും വരക്കുമ്പോഴത്തേക്ക് വീഡിയോ കുറച്ച് ലെങ്തി ആവുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ പിന്നെ നിങ്ങൾ കമൻറ്റിൽ എഴുതിയാൽ മതി, ഒന്നും കൂടി വേണമെങ്കിൽ കാണിച്ചു തരാം. അപ്പം ഇപ്പോൾ നമുക്കൊരു ടോപ്പ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ അതാണ് ഈ ഓർഡർ ചെയ്ത് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ലോവർ വിഡ്ത്തിനനുസരിച്ച് തുണി രണ്ടായി മടക്കുക. പിന്നെ അത് മടക്കി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് നമ്മൾ നോക്കേണ്ടത് ലെങ്ത്താണ്. അപ്പോൾ ലെങ്ത്തും നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ. പിന്നെ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ ഇപ്പം താഴെ വീതിക്ക് അനുസരിച്ചാണ് നമ്മൾ തുണി മടക്കിയിട്ടുള്ളത്. അതാണ് ഇപ്പോൾ ഇവിടെ 10, താഴെ വീതി 10 ആ 10-നനുസരിച്ചാണ് തുണി മടക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീതിയും കൂടി ഈ നമ്പർ എഴുതിയത് എന്തിനാന്ന് വെച്ചാൽ, നമുക്ക് ബാക്കിയുള്ള അളവുകളൊക്കെ എഴുതുമ്പം ആ അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഷോൾഡർ, അപ്പം മൂന്നാമതായിട്ട് നമ്മൾ എടുക്കുന്നത് ഷോൾഡറാണ്. ഷോൾഡർ ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് 5.5 കിട്ടിയത്. അപ്പോൾ 5 ഇവിടം വരെ 5, ഇത് ഫുൾ എടുത്താൽ 6 ആവും. അപ്പോൾ ഇതിൻ്റെ ഹാഫ്. നിങ്ങൾ ഈ ഗ്രാഫിൽ നമ്പർ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ ഇവിടുന്ന് താഴോട്ട് ഇപ്പോൾ എഴുതി നമ്മളെ ലെങ്ത്തിൻ്റെ അനുസരിച്ച്, പക്ഷേ ഇങ്ങോട്ട് എഴുതുമ്പോൾ ഇതിൻ്റെ തൊട്ട് മീതെയല്ല, ഒരു ലൈൻ വിട്ടിട്ട്. കാരണം ഇവിടെ മുതലാണ് നമ്മളെ തുണി തുടങ്ങുന്നത്. ഇവിടെ തുണിൻ്റെ പുറത്താണ് ഈ നമ്പറുള്ളത്. അപ്പോൾ ഇവിടെ എഴുതിയാൽ അത് തുണിൻ്റെ പുറത്തേക്കായി പോകും ഇതിൻ്റെ വീതിൻ്റെ അളവ്. ഈ അളവ് എഴുതിയ ഈ കോളത്തിലല്ല, അതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള കോളം കൊണ്ടാണ് വീതിൻ്റെ അളവ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ മൂന്നാമതായിട്ട് ഷോൾഡർ എടുത്തല്ലോ. ഇനി ഷോൾഡർ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചു. അതിന് ശേഷം നാലാമതായിട്ട് നമുക്ക് ചെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു, കഴിഞ്ഞല്ല രണ്ടാമത്തെ ക്ലാസ്സിൽ, അതായത് ചെസ്റ്റ് ലൈനിലാണ് ചെസ്റ്റ് എടുക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ ചെസ്റ്റ് ലൈന് നമ്മൾ എവിടെ വരക്കേണ്ടത്, അല്ലെങ്കിൽ ചെസ്റ്റ് എവിടെ എടുക്കേണ്ടതെന്ന് നമുക്കൊരു സംശയമാണ്. അതായത് ഇപ്പോൾ ഇവിടുന്ന് ഇവിടം വരെ ലെങ്ത്താണ്, ഈ ലെങ്ത്തിൻ്റെ ഏത് ഭാഗത്താണ് ചെസ്റ്റ് എടുക്കേണ്ടത് എന്ന്. അപ്പോൾ അത് നമ്മൾ ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെസ്റ്റ് ലൈൻ, അതായത് ചെസ്റ്റ് ലൈനിലാണ് ചെസ്റ്റ് എടുക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് ലൈൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ സ്ലീവിൻ്റെ അപ്പർ വിഡ്ത്ത് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹാഫ് ഷോൾഡർ പ്ലസ് 1.5 എടുക്കണമെന്ന്. അതുപോലെ തന്നെ വേറൊരു ഇതാണ്
ഇതിലും എടുക്കേണ്ടത്, ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും ഹിപ്പ് ലൈനും എടുക്കുമ്പോൾ. അപ്പോൾ മൂന്നാമതായിട്ട് ഷോൾഡർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാലാമതായിട്ട് എടുക്കേണ്ടത് ചെസ്റ്റ് ലൈനാണ്. നാലാമതായിട്ട് ചെസ്റ്റ് ലൈൻ. അപ്പോൾ ചെസ്റ്റ് ലൈൻ ഈസ് ഈക്വൽ ടു ഹാഫ് ഷോൾഡർ പ്ലസ് ഹാഫ്. അപ്പോൾ ഹാഫ് ഷോൾഡർ ഇതിൻ്റെ 5 ഇപ്പം ഇത് ഈ അളവിൽ, പിന്നെ പ്ലസ് ഹാഫ്, അപ്പോൾ 5.5. അപ്പം മുകളിൽ നിന്ന് താഴോട്ട് ഈ 5.5 മാർക്ക് ചെയ്തിട്ടാണ് ഈ ചെസ്റ്റ് ലൈൻ വരക്കേണ്ടത്. അതാണ് ഇവിടെ പിന്നെ എഴുതിയത് ഫ്രം അപ്പ് ടു ഡൗൺ. അതായത് ഈ അളവ് മുകളിൽ നിന്ന് താഴോട്ടാണ് എടുക്കേണ്ടത്. മറ്റൊക്കെ നമ്മൾ വീതിക്കാണ് എടുക്കുന്നത്, ചെസ്റ്റിൻ്റെ വീടുത്തെടുക്കുന്നത് വീതിക്കാണ്, പക്ഷേ ചെസ്റ്റിൻ്റെ ലൈൻ എടുക്കുന്നത് മുകളിൽ നിന്ന് താഴോട്ടാണ്. അപ്പോൾ ആ ലൈൻ എടുത്തതിന് ശേഷം അത് വരക്കാം. അതിനുശേഷം 4 കഴിഞ്ഞ് 5-മത്തതാണ് ചെസ്റ്റിൻ്റെ വീടുത്തെടുക്കേണ്ടത്. അപ്പോൾ ചെസ്റ്റ് വീടുത്ത് 8.5. അപ്പോൾ അത് ഇതിൽ മാർക്ക് ചെയ്ത് 8.5. അത് നമ്മൾ ഈ സ്ക്വയറുകൾ എണ്ണീറ്റ് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ നോക്കിയിട്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഈ 9ൻ്റെ പകുതിയാണ് 8.5. അപ്പോൾ ആ 8.5 ഇവിടെ മാർക്ക് ചെയ്തു. ഇനി അടുത്തത് ഇപ്പം 5 ചെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ 6-മത്തത് വേസ്റ്റ് എടുക്കണമെങ്കിൽ നമ്മൾക്ക് വേസ്റ്റ് ലൈനും ഇതുപോലെ തന്നെ കാണണം. അപ്പോൾ 6-മതായിട്ട് വേസ്റ്റ് ലൈൻ. അപ്പോൾ വേസ്റ്റ് ലൈൻ ഈസ് ഈക്വൽ ടു ഫുൾ ഷോൾഡർ പ്ലസ് ഹാഫ്. അപ്പോൾ ഫുൾ ഷോൾഡർ 10 അത് അതിൻ്റെ കൂടെ ഹാഫ് കൂട്ടാം. അപ്പോൾ ഫുൾ ഷോൾഡർ പ്ലസ് ഹാഫ് മുകളിൽ നിന്ന് താഴോട്ട് വരക്കാം. അപ്പോൾ ഈ 2 അളവും, അതായത് ചെസ്റ്റ് ലൈൻ പിന്നെ ചെസ്റ്റ് ലൈനും വേസ്റ്റ് ലൈനും, ഇത് രണ്ടും അപ്പ് ടു ഡൗൺ ആണ് എടുക്കേണ്ടത്, അതായത് മുകളിൽ നിന്ന് താഴേക്ക്. ഇനി ഈ ചെസ്റ്റ് ലൈന് എല്ലാവർക്കും ഈ ഒരു ഫോർമുല തന്നെ മതി. ചെസ്റ്റ് ലൈൻ ഈക്വൽ ടു ഹാഫ് ഷോൾഡർ പ്ലസ് ഹാഫ്. പക്ഷെ വേസ്റ്റ് ലൈന് ചിലർക്ക് വ്യത്യാസം ഉണ്ടാവും. അതായത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം വളരെ മെലിഞ്ഞ ഒരാൾ പക്ഷെ നല്ല ഹൈറ്റ് ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഷോൾഡർ ചിലപ്പം വളരെ കുറവായിരിക്കും, ഇപ്പോൾ 13 14 ഉണ്ടാവും. പക്ഷെ അവരെ ഹൈറ്റ് നോക്കുമ്പോൾ അവർക്ക് ഈ 14ൻ്റെ പ്ലസ് ഹാഫ് കൂട്ടിയാൽ അവരെ വേസ്റ്റ് ലൈൻ കുറേ മുകളിൽ പോലെ നിൽക്കും. അവരെ ബോഡീൻ്റെ ശരിക്കുള്ള വേസ്റ്റ് ഭാഗത്തായിരിക്കില്ല, കുറച്ചും കൂടി മുകളിലായിരിക്കും. അതേപോലെ തന്നെ ഓപ്പോസിറ്റും വരും. അതായത് ഇപ്പോൾ നല്ല തടിയുള്ള ഒരാൾ പക്ഷെ ഹൈറ്റ് കുറവ്, അവരെ ഷോൾഡർ ചിലപ്പം ഒരു 16 17 ഉണ്ടാവും. പക്ഷെ അവർക്ക് അതിനനുസരിച്ച് 16 പ്ലസ് അര 16.5 എടുത്താൽ അവരെ വേസ്റ്റ് ലൈൻ നല്ലോണം താഴെയായിട്ടും വരും. അവരെ ബോഡിയിൽ വേസ്റ്റിൻ്റെ ഭാഗത്തല്ലാതെ അതിനേക്കാളും കുറച്ചും കൂടി താഴ്ന്നിട്ട് നിൽക്കും ഉള്ളവർക്ക്. അപ്പം നിങ്ങൾ ഒരു ആളെ ഹൈറ്റും അവരെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട്, അതായത് ഇപ്പോൾ ഒരാളെ ഹൈറ്റും അവരുടെ ഷോൾഡറും തമ്മിൽ അല്ലെങ്കിൽ അവരുടെ തടിയും തമ്മിൽ നല്ല വ്യത്യാസമുള്ളതാണെങ്കിൽ പിന്നെ അതിനനുസരിച്ച് ഇപ്പം ഹൈറ്റ് കൂടുതലും മെലിഞ്ഞതുമാണെങ്കിൽ ഒരു 1-1.5 ഇഞ്ച് കൂട്ടിക്കൊടുക്കണം ഈ വേസ്റ്റ് ലൈനിൽ. അതേപോലെ തന്നെ ഹൈറ്റ് കുറവുള്ളവരാണെങ്കിൽ നല്ല തടിയും ഉണ്ടെങ്കിൽ അവരെ വേസ്റ്റ് ലൈന് നമുക്ക് ഇങ്ങനെ കിട്ടുന്നതിൽ നിന്ന് ഒരു 1-1.5 ഇഞ്ച് കുറച്ചും കൊടുക്കണം. പിന്നെ പക്ഷേ ഒരു സാധാരണ ഒരു ഹൈറ്റും വെയിറ്റും വലിയൊരു വ്യത്യാസം വരാത്ത വിധത്തിലുള്ളവർക്കൊക്കെ ഈ സെയിം ഇതന്നെ മതി, അതായത് ഫുൾ ഷോൾഡർ പ്ലസ് ഹാഫ്. പക്ഷെ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഈ കുറക്കാനും കൂട്ടാനും ഉള്ളതാണ്. ഇനി ഇപ്പോൾ 6 കഴിഞ്ഞു. ഇനി 7-മത്തത് വേസ്റ്റിൻ്റെ വിഡ്ത്താണ്. അപ്പോൾ ഈ ലൈൻ വേസ്റ്റ് ലൈൻ വരച്ചതിന് ശേഷം അതിൽ ഈ വേസ്റ്റിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് പിന്നെ ഹിപ്പിൻ്റെ വിഡ്ത്താണ് എടുക്കേണ്ടത്. ഹിപ്പ് വിഡ്ത്ത് എടുക്കുന്നതിന് മുമ്പ് ഇതേപോലെ തന്നെ ഹിപ്പ് ലൈനും കണ്ടുപിടിക്കണം. അപ്പോൾ ഹിപ്പ് ലൈൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അളവെടുക്കുമ്പോൾ പറഞ്ഞല്ലോ, സ്ലിറ്റ് സ്റ്റാർട്ട് ചെയ്ത് ആ ഭാഗമാണ് ഹിപ്പ് ലൈനായിട്ട് അല്ലെങ്കിൽ ഹിപ്പിൻ്റെ വിഡ്ത്ത് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ അതിൽ നമ്മൾ നോക്കേണ്ടത് ഹിപ്പ് ലൈൻ എടുക്കുന്നത് സ്ലിറ്റിൻ്റെ ലെങ്ത്ത് പ്ലസ് 1.5. ഈ 1.5 എന്തിനാന്ന് പറഞ്ഞാൽ നമ്മൾ താഴെ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഈ ലെങ്ത്തിൻ്റെ കൂടെ ഒരു 1.5 എടുത്തിട്ടുണ്ടല്ലോ, ആ 1.5 ഇത്. കാരണം താഴെയാണല്ലോ നമ്മൾ മടക്കി അടിക്കുന്നത്. അപ്പോൾ സ്ലിറ്റ് ലെങ്ത്ത് പ്ലസ് 1.5 ഹിപ്പ് ലൈന്. അപ്പോൾ പക്ഷേ ഹിപ്പ് ലൈൻ എടുക്കേണ്ടത് താഴെ നിന്ന് മുകളിലേക്കാണ്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫ്രം ഡൗൺ ടു അപ്പ്. അപ്പം താഴെ മുതൽ മുകളിലേക്ക് ഈ ഹിപ്പ് ലൈൻ വരച്ച് വെക്കാം. ആ ലൈനിൽ ഹിപ്പിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ഇനി നമുക്കിപ്പം ബോഡീൻ്റെ ഇപ്പം ഷോൾഡർ, ചെസ്റ്റ്, വേസ്റ്റ് ഇതൊക്കെ നമ്മൾ അളവ് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കഴുത്തിൻ്റെ അതായത് നെക്കിൻ്റെ അളവാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പം നെക്കിൻ്റെ വിഡ്ത്ത് 2, ലെങ്ത്ത്
2 ഇത് ഞാൻ പറയാൻ വിട്ടുപോയത് ഇത് ബാക്ക് പാർട്ടാണ്. നമുക്ക് ബാക്കും ഫ്രണ്ടും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നല്ല പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് രണ്ടും കൂടി ഒന്നിച്ച് കട്ട് ചെയ്യാം. പക്ഷേ ആദ്യമൊക്കെ രണ്ടും വേറെ വേറെ തന്നെ കട്ട് ചെയ്താൽ മതി. കാരണം ഇല്ലെങ്കിൽ പിന്നെ അത് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇത് ഞാൻ പിന്നെ കാണിക്കുന്നത് ബാക്ക് പാർട്ടാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് ഫ്രണ്ട് പാർട്ടും കൂടി കാണിക്കാം. അപ്പം ഈ ബാക്ക് പാർട്ടിൻ്റെ കഴുത്ത് 2 ഇഞ്ചേ ഉള്ളൂ ലെങ്ത്ത്. അപ്പം 2 ഇഞ്ച് ലെങ്ത്ത് എടുത്തു, 2 ഇഞ്ച് വിഡ്ത്തും എടുത്തു. അപ്പോൾ ഈ കഴുത്ത് എടുക്കേണ്ടത് ഈ ക്ലോസ്ഡ് ഭാഗത്താണ്. ബാക്കിയൊക്കെ നമ്മൾ അളവെടുക്കുന്നത് ക്ലോസ്ഡ് ഭാഗം മുതൽ ഓപ്പൺ ഭാഗത്തേക്കാണ് അളവുകൾ എടുക്കുന്നത്. ഇനി നമുക്ക് ഇതെല്ലാം ജോയിൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ കഴുത്തിൻ്റെ ഏത് ഷേപ്പാണെങ്കിലും നമ്മൾ ഇപ്പോൾ ഞാൻ ഫസ്റ്റിൽ കാണിക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള 2 ഷേപ്പുകളാണ്. ഒന്ന് റൗണ്ടും ഒന്ന് സ്ക്വയറും. ഫ്രണ്ടിൽ സ്ക്വയറും ബാക്കിൽ റൗണ്ടും ആയിട്ട്. കാരണം പിന്നീട് ഞാൻ കഴുത്തിന് ബാക്കി പല ഷേപ്പുകൾ ഇൻഷാ അല്ലാഹ് പിന്നീട് വേറെ തന്നെ അത് കാണിച്ചു തരാം. അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമുക്ക് പിന്നെ കഴുത്തിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് ഫസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് ആക്കണം. ഏത് ഷേപ്പാണെങ്കിലും അങ്ങനെ ഒരു ബോക്സ് ആക്കിയതിന് ശേഷമായിരിക്കണം നമ്മൾ ഷേപ്പ് വരക്കുന്നത്. ഇങ്ങനെ ഒരു ബോക്സ് ആക്കിയിട്ട് അതിന് ശേഷം ഇതിനെ ഒന്ന് കേവ് ആക്കി വരച്ചാൽ മതി. അപ്പോൾ ഒരു പകുതി കഴിഞ്ഞതിന് ശേഷം കേവ് ചെയ്യാൻ തുടങ്ങിയാൽ മതി. അപ്പോൾ അധികം ഇങ്ങനെ തുറന്ന പോലെ ആവാതെ ഒന്ന് ഒതുക്കിയിട്ട് വരച്ചു കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് കൈക്കുഴി എങ്ങനെയാണ് വരക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മളെ ഷോൾഡറിൻ്റെ വിഡ്ത്ത് 5.5 ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഷോൾഡറിൽ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഈ ചെസ്റ്റ് ലൈനിലേക്ക് ഒരു ലൈൻ വരക്കാം. ആ ലൈനിൻ്റെ ഏകദേശം പകുതി, ഈ കറക്റ്റ് പകുതി ആവണമെന്നൊന്നുമില്ല, ഒരു ഏകദേശം പകുതിയിൽ കുറേ ഉണ്ട്. എന്തായാലും പകുതിനേക്കാളും ഏകദേശം ഒരു പകുതിയിൽ ഒന്ന് മാർക്ക് ചെയ്യാം. ഈ പകുതിയിൽ നിന്ന് ഇപ്പോൾ ഇവിടുന്ന് ഈ പകുതി വരെ സ്ട്രെയിറ്റ് ലൈൻ തന്നെ ആയിരിക്കണം. അത് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ട് ഇങ്ങനെ കുറച്ച് കേവ് ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ അതിനു മുമ്പ് ഒന്ന് ചെയ്യേണ്ടത് എന്താ പറഞ്ഞാൽ ഇവിടെ നമുക്ക് നമ്മളെ ഈ അളവ് ഈ ചെസ്റ്റിൻ്റെ വിഡ്ത്ത് 7.5 + 1 സ്റ്റിച്ചിങ്ങിൻ്റെ ആണ്. ഈ 1 ഇഞ്ച് ഇവിടെ വേറെ തന്നെ മാർക്ക് ചെയ്ത് വെക്കണം. അത് സ്റ്റിച്ചിങ്ങിനുള്ളതാണ്. അപ്പോൾ അവിടെ കേവ് വരാൻ പാടില്ല. അപ്പോൾ ഈ കേവ് നമ്മൾ ഇവിടുന്ന് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇവിടം വരെ മാത്രമേ കേവ് വരാൻ പാടുള്ളൂ. ഈ 1 ഇഞ്ച് സ്ട്രെയിറ്റ് തന്നെ ആയിരിക്കണം. ഇനിയിപ്പോൾ ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് ജസ്റ്റ് ഒരു ലൈൻ വരച്ചു കൊടുത്താൽ മതി. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് സ്ട്രെയിറ്റ് ലൈൻ. അതായത് കുറച്ച് ചെരിഞ്ഞിട്ടാണ്, സ്ട്രെയിറ്റ് അല്ല. പിന്നെ അതായത് ഇവിടുന്ന് മുതൽ ഇവിടം വരെ ഈ അളവിനനുസരിച്ച്. പിന്നെ അവിടുന്ന് ഹിപ്പിൻ്റെ വിഡ്ത്തിലേക്കും അതേപോലെ തന്നെ ലൈൻ വരച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇപ്പോൾ കൈക്കുഴിയായി, പിന്നെ ചെസ്റ്റിൽ നിന്ന് വേസ്റ്റിലേക്ക് വരച്ചു, വേസ്റ്റിൽ നിന്ന് ഹിപ്പിലേക്ക് വരച്ചു. ഇനി ഹിപ്പിൽ നിന്ന് നമുക്ക് താഴോട്ട്, അതായത് ലോവർ വിഡ്ത്തിലേക്ക് വരക്കണം. ഇപ്പം നമ്മൾ താഴത്തെ ഭാഗം സ്ട്രെയിറ്റ് ആണ് നമുക്ക് ആവശ്യമെങ്കിൽ ജസ്റ്റ് ഇതേപോലെ തന്നെ താഴത്തേക്ക് വരച്ചാൽ മതി. പക്ഷേ ഇപ്പം നമുക്ക് താഴെ ഇപ്പോൾ ബോർഡർ ഡിസൈൻ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ പറ്റുള്ളൂ സ്ട്രെയിറ്റ് ആണെങ്കിൽ. പക്ഷേ അതുപോലെ തന്നെ താഴെ വീതി ഇപ്പം മുമ്പൊക്കെയാണെങ്കിൽ കുറച്ച് നല്ല വിഡ്ത്തിലുണ്ടാവില്ല. വിഡ്ത്ത് ഉണ്ടെങ്കിൽ അത് ഷെയ്പ്പ് ചെയ്യണം. കാരണം ഇല്ലെങ്കിൽ ഇങ്ങനെ താഴെ സൈഡിൽ ഇങ്ങനെ തൂങ്ങിയ പോലെ നിൽക്കും. അപ്പം അല്ല വീതി കുറവാണെങ്കിൽ ഇങ്ങനെ ഈ ഹിപ്പിൽ നിന്ന് നേരെ താഴോട്ട് തന്നെ വരച്ചാൽ മതി. പക്ഷെ വീതി കൂടുതലുള്ള ടൈപ്പ് ആണെങ്കിൽ അവിടെ താഴെ കുറച്ച് ഷെയ്പ്പ് ചെയ്യണം. ഈ ഷെയ്പ്പ് ചെയ്യുന്നത് അതിനാണ് ഇവിടെ ഞാൻ വെറുതെ ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുത്തത്, ഈ ഷെയ്പ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാൻ. താഴെ ഇങ്ങനെ ഷെയ്പ്പ് വേണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഷോൾഡറിൻ്റെ ഹാഫ് നമ്മൾ മാർക്ക് ചെയ്യുക. ഷോൾഡർ വരുമ്പോൾ ഒരു 5.5 നമ്മൾ ഷോൾഡർ എടുത്തല്ലോ, അതിൻ്റെ ഹാഫ് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ ടേപ്പ് വെക്കാം. ഈ ടേപ്പ് വെച്ചിട്ട് നമ്മൾ താഴേക്ക് സ്ട്രെയിറ്റ് പിടിച്ചാൽ നമ്മളെടുത്ത ലെങ്ത്ത് ഇവിടെ ഉണ്ടാവും. പിന്നെ ഇവിടെ അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മൾ അവിടെ തന്നെ വെക്കാം. പക്ഷേ ഈ താഴെ ഭാഗം മാത്രം ഒന്നിങ്ങനെ നീക്കി കൊടുക്കാം. നീക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഈ അളവ് ഇത് കുറച്ച് ഇവിടെ എത്തുമ്പോൾ കുറച്ച് മുകളിലായിരിക്കും. പിന്നെ കുറച്ചും കൂടി നീക്കുമ്പോൾ കുറച്ചും കൂടി മുകളിലായിരിക്കും. പിന്നെ അത് ഇങ്ങനെ നീങ്ങുന്നതിനനുസരിച്ച് ഇതിങ്ങനെ മുകളിലോട്ട് വരും. അപ്പോൾ എവിടെയാണ് ഈ നമ്മളെ വിഡ്ത്തിൻ്റെ ലാസ്റ്റ് ഏത് ഭാഗത്താണ് വരുന്നത് അവിടെ മാർക്ക് ചെയ്തിട്ട് അവിടത്തേക്കായിരിക്കണം ഈ ഹിപ്പിൽ നിന്ന് നമ്മൾ ജോയിൻ ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇപ്പോൾ ഇതിൽ അത്ര ഫുള്ള് മനസ്സിലായിട്ടില്ലെങ്കിലും തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ ഒന്നും കൂടി ഇത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആയിക്കോളും. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതെന്താ പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ അളവെടുക്കുന്ന ക്ലാസ്സിൽ പറഞ്ഞു, നമ്മളെ ബോഡി
ഇങ്ങനെ കുറച്ച് ചെരിഞ്ഞിട്ടാണ് ഷോൾഡർ ഭാഗത്ത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇവിടെ കുറച്ചൊന്ന് ചെരിച്ചു കൊടുക്കണം. അങ്ങനെ ചെരിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കും. ഈ ഷോൾഡറിൻ്റെ ഈ കൈ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് പൊങ്ങി നിൽക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കൈക്കുഴീൻ്റെ താഴോട്ടെടുത്ത് അവിടെ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഈ കഴുത്തിൻ്റെ ഭാഗത്തുനിന്ന് ഈ കൈക്കുഴീൻ്റെ ഭാഗത്തേക്ക് ഒരു 1/2 ഇഞ്ച് ചെരിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഈ ഇതിപ്പോൾ ബാക്ക് പാർട്ട് കഴിഞ്ഞു. ഇനി ഫ്രണ്ട് പാർട്ടിൻ്റെത് കാണിച്ചു തരാം. ഫ്രണ്ട് പാർട്ടിൻ്റെയാണ് ഇത്. അപ്പോൾ നമ്മൾ ഇതിൽ വ്യത്യാസം എന്താ പറഞ്ഞാൽ ഫ്രണ്ട് പാർട്ടിലെ കൈക്കുഴിയും കഴുത്തും വ്യത്യാസം. കഴുത്ത് ഫ്രണ്ടിലെ ലെങ്ത്ത് കുറച്ച് കൂടുതലായിരിക്കും. പിന്നെ ഷേപ്പ് നമ്മൾ ഏത് ഷേപ്പ് ബാക്കിൽ ഏകദേശം എല്ലാവരും റൗണ്ട് തന്നെ ആക്കുള്ളൂ. പക്ഷേ ഫ്രണ്ടിലാകുമ്പോൾ പല ഷേപ്പുകളാക്കും. ഇപ്പോൾ ഇതിൽ ഞാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള സ്ക്വയർ നെക്കാണ് ആക്കുന്നത്. അപ്പോൾ സ്ക്വയർ നെക്ക് ആക്കുമ്പോൾ ഇപ്പോൾ ഇങ്ങനെ വരച്ചാൽ തന്നെ, അതായത് ഇപ്പം വിഡ്ത്ത് ലെങ്ത്ത് ഇത് വരച്ചാൽ തന്നെ സ്ക്വയറായി. പക്ഷേ ഇങ്ങനെ സ്ക്വയർ കട്ട് ചെയ്താൽ നമ്മളെ കഴുത്ത് ഇങ്ങനെ മലർന്ന പോലെ ആയിപ്പോവും. അപ്പോൾ അതിനൊന്ന് ഒതുക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഈ 2 വീതി എടുത്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഇങ്ങനെ ഈ ലെഫ്റ്റിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇവിടുന്ന് ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കുക. പിന്നെ കൈക്കുഴിയിൽ എന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമ്മളെ ബോഡി ബാക്കും ഫ്രണ്ടും ഒരുപോലെയല്ല. ബാക്ക് കുറച്ച് ഇങ്ങനെ പരന്നിട്ടാണ്, ഫ്രണ്ട് കുറച്ച് കൂടിയിട്ടും. അപ്പോൾ നമ്മൾ ബാക്കിൻ്റെ അതേപോലെ കൈ കട്ട് ചെയ്ത് കൊടുത്തെങ്കിൽ ഫ്രണ്ടിൽ നമുക്ക് ഇവിടെ ഒരു പിടുത്തം തോന്നും, കൈയിൻ്റെ നമുക്കൊരു എന്തോ ഒരു ഡിസ്കംഫർട്ട് തോന്നും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിലെ കൈക്കുഴി കുറച്ചും കൂടി കൂടുതൽ കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് ഒരു അളവില്ലാതെ വെറുതെ കട്ട് ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ ശരിയാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ബാക്കിലെ കൈക്കുഴിക്ക് വേണ്ടി വരച്ചില്ലേ സ്ട്രെയിറ്റ് താഴോട്ടൊരു ലൈന്, ആ ലൈനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് 1 ഇഞ്ച് എടുക്കുക. എന്നിട്ട് അതിലേക്ക് ഇവിടുന്ന് ഒരു ലൈൻ വരക്കുക. അപ്പോൾ ഈ ലൈൻ വരക്കുമ്പോൾ നമ്മൾ ഈ മീതൊന്നും വരക്കാൻ പാടില്ല. നമ്മൾ ഈ 1/2 ഇഞ്ച് ചെരിച്ച് അവിടുന്ന് ഈ ചെരിഞ്ഞ ലൈൻ വരക്കാൻ പാടുള്ളൂ. കാരണം മീതം തന്നെ വരച്ചാൽ നമ്മൾക്ക് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ബാക്കിലെയും ഫ്രണ്ടിലെയും ഷോൾഡർ തമ്മിൽ വ്യത്യാസം വരും. അപ്പം ആദ്യം 1/2 ഇഞ്ച് ഇങ്ങോട്ട് ചെരിച്ച് വരച്ചതിന് ശേഷം ആ 1/2 ഇഞ്ചിൽ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് ചെരിവിലേക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു ഹാഫിന്ന് കേവ് വരച്ചു കൊടുക്കുക. ഈ 1 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ടും വെച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ ഞാൻ സ്ലീവിൻ്റെത് അടുത്ത ക്ലാസ്സിൽ പറയാം, ഇല്ലെങ്കിൽ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോവും. അതുകൊണ്ട് സ്ലീവ് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയായി പിന്നെ ചെയ്യണം. കാരണം ഹോംവർക്ക് ചെയ്താൽ മാത്രമേ നല്ലൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ. കാരണം നമുക്കറിയാം ഇപ്പോൾ എങ്ങനത്തെ സ്കൂളിലൊക്കെ നമ്മളെ മക്കളെ പഠിപ്പിച്ചാലും നമ്മൾ വീട്ടിൽ നിന്ന് ഹോംവർക്ക് ചെയ്യിപ്പിച്ചാൽ മാത്രമേ നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ഈസിയാക്കി വിടുകയാണെങ്കിൽ റിസൾട്ട് അതിനനുസരിച്ച് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ ശരിക്കും ഫോളോ ചെയ്ത് ശരിയായ വിധത്തിൽ ഇതുപോലെ ഗ്രാഫൊക്കെ വരച്ച് വെക്ക്. ഇൻഷാ അല്ലാഹ് എത്രയും പെട്ടെന്ന് പിന്നെ അടുത്ത ക്ലാസ്സുമായി വരാം. അതിൽ സ്ലീവും ബാക്കി കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ ക്ലാസ് എടുക്കുമ്പോൾ എൻ്റെ സ്റ്റുഡൻസിന് ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഏത് സംശയം ചോദിക്കാനുള്ള ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. അത് ക്ലാസ്സിൻ്റെ ഇടയിൽ നിന്നായാലും കഴിഞ്ഞിട്ടായാലും ഇനി വീട്ടിലെത്തിയിട്ട് ഫോണിലൂടെ ഏത് സമയത്ത് വിളിക്കുന്നതിനായാലും ഫുൾ സ്വാതന്ത്ര്യം കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഓൺലൈൻ ക്ലാസ് ആകുമ്പോൾ അത് സാധിക്കില്ല. പക്ഷേ എങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ എന്ത് സംശയം ക്ലാസ്സുമായി ബന്ധപ്പെട്ട എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾ കമൻസിൽ ഇട്ടോളൂ. ഇൻഷാ അല്ലാഹ് അത് ചെറിയ ഒക്കെ ആണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ അത് വിശദീകരിച്ച് തരും. അല്ല കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ അതിനായിട്ട് വേറൊരു വീഡിയോ തന്നെ ആക്കിയിട്ടാണെങ്കിലും എല്ലാം വിശദീകരിച്ച് തരുന്നതായിരിക്കും. അപ്പം അതിൽ സംശയങ്ങൾ ചോദിക്കാൻ യാതൊരു മടിയും കാണിക്കേണ്ടതില്ല. അപ്പം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷനും പ്രസ് ചെയ്യുക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുമായി ഉടനെ കാണാം.